സ്കോളർഷിപ്പ് സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൊടക് കന്യ എന്ന് പറയുന്ന സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. കൊടക് എന്ന് പറയുന്ന കമ്പനി കൊടക് മഹീന്ദ്ര ഗ്രൂപ്പും കൊടക് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൊടക് മഹീന്ദ്ര ഗ്രൂപ്പിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നൽകുന്ന സ്കോളർഷിപ്പാണ് കൊടക് കന്യ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പേരിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അവിടെ കന്യ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. കന്യ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? സ്ത്രീകളെ ഉപയോഗിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി റിസർവ് ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പാണ് കന്യാ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഈ സ്കോളർഷിപ്പ്. 1,50,000 രൂപ വരെയാണ് ഈ സ്കോളർഷിപ്പിലൂടെ നമുക്ക് ഒരു വർഷത്തിൽ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കന്യാ സ്കോളർഷിപ്പ് ആർക്കെല്ലാമാണ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്കോളർഷിപ്പാണ് കൊടക് കന്യാ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ സ്ഥിരതാമസമായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക. ഏത് പെൺകുട്ടികൾക്ക്? +2 പാസ്സായി പ്രൊഫഷണൽ കോഴ്സുകൾക്ക്, പ്രൊഫഷണൽ ഡിഗ്രികൾക്ക് അഡ്മിഷൻ എടുത്ത പെൺകുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. മുൻ വർഷ പരീക്ഷയിൽ 75% മാർക്ക് നേടിയിട്ടുള്ള, അതായത് +2 പരീക്ഷയിൽ 75% അതിനു മുകളിലോ മാർക്ക് വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോ സ്ക്രീനിൽ കാണുമ്പോൾ CGPA എന്ന് കാണുമ്പോൾ കുറെ ആളുകൾക്ക് സംശയം ഉണ്ടാവും. ചില +2 പഠനത്തിൽ ശരിപ്പൊന്നുണ്ടാവില്ല, പെർസെന്റേജ് കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയില്ല, ഗ്രേഡ് പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഗ്രേഡ് പോയിന്റ് അടിസ്ഥാനത്തിൽ 75% അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള CGPA ഉള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, അപ്രൂവ്ഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം. എങ്ങനെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്? അതായത് NIRF റാങ്കിങ്ങിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കണം, അല്ലെങ്കിൽ NAC അക്രഡിറ്റേഷൻ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം. ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ IISc, ഐസർ, നൈസർ, IIT പോലെയുള്ള, അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ MBBS പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എയിംസ്, ജിപ്മർ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളത്. സാധാരണ സ്കോളർഷിപ്പിന്റെ കാറ്റഗറി വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് വാർഷിക വരുമാനം എന്ന് പറയുന്നത്. കുടുംബ വാർഷിക വരുമാനം 6 ലക്ഷം രൂപയോ അതിൽ താഴെയോ ഉള്ള വിദ്യാർത്ഥികൾക്ക് NIRF റാങ്കിങ്ങിലുള്ള NAC അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗണത്തിൽപ്പെടുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന +2ൽ 75% മാർക്ക് വാങ്ങിയിട്ടുള്ള പെൺകുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം. +2 പരീക്ഷയിൽ 75% മാർക്ക് വാങ്ങിയിരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? വാർഷിക വരുമാനം 6 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഏതൊക്കെ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഏതൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ള കോഴ്സുകൾ എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ BE, ബിടെക്കുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ സ്ട്രീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇനി സിവിൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, AI ആയിക്കോട്ടെ, മെക്കട്രോണിക്സ് ആയിക്കോട്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പഠിക്കുന്ന മുഴുവൻ സ്ട്രീമുകളും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. രണ്ടാമത് മെഡിസിൻ ഫീൽഡിലാണ്. MBBS പഠിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടുള്ള നഴ്സിംഗ് പഠിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള മെഡിക്കൽ ഫീൽഡിലെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന പെൺകുട്ടികൾക്കും ഇതിൽ അപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി അതിലേക്ക് എന്ത് വരാം? LLB വരാം. ഇന്റഗ്രേറ്റഡ് LLB ആണ്. 5 ഇയർ LLB, ഡിഗ്രി പ്ലസ് LLB. അങ്ങനെയുള്ള 3 ഇയർ LLB ഉണ്ട്, അത് പരിഗണിക്കില്ല. BA LLB അല്ലെങ്കിൽ BBA LLB പോലെയുള്ള 5 വർഷത്തെ LLB കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഡിസൈൻ ആൻഡ് ആർക്കിടെക്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നമ്മൾ തൊട്ട് മുൻപ് ഉള്ള ഒരു സ്കോളർഷിപ്പിന്റെ ഇതിൽ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മള് സിവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതുണ്ടായിരുന്നു. അപ്പൊ കുറെ ആളുകൾ ചോദിച്ചു എന്തുകൊണ്ടാണ് സിവിൽ പറ്റാത്തത് എന്നുള്ളത്. അപ്പൊ അത് കൊടുക്കുന്ന ഏജൻസി തീരുമാനിച്ചത് സിവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വേണ്ട എന്നുള്ളത്. പക്ഷെ ഈ ഒരു സ്കോളർഷിപ്പ് നൽകുന്ന കൊടക് എന്ന് പറയുന്ന ഏജൻസി തീരുമാനിച്ചിട്ടുള്ളത് സിവിൽ പഠിക്കുന്ന ആളുകൾക്കും അപേക്ഷിക്കാവുന്നത്. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ മുഴുവൻ പഠിക്കുന്ന ആളുകൾക്ക്, ഡിസൈൻ അല്ലെങ്കിൽ ആർക്കിടെക്ട് പഠിക്കുന്ന ആളുകൾ, BAർക്ക് പഠിക്കുന്ന ആളുകൾക്ക്, ബാച്ചലർ ഓഫ് ഡിസൈൻ പഠിക്കുന്ന ആളുകൾക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിസൈനിങ് കോഴ്സ് പഠിക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യാൻ കഴിയും? ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ BSMS പോലെയുള്ള റിസർച്ച് മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. BSc നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം സ്ട്രീമിനകത്തുള്ള ഇത്രയും ഏരിയയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു സ്കോളർഷിപ്പ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. പെൺകുട്ടികളായിരിക്കണം എന്നുള്ളത് മാത്രമാണ് നിബന്ധന എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാമാണ് ഈ സ്കോളർഷിപ്പ് വഴി കിട്ടുക എന്നുള്ളതാണ്.
അപ്പൊ നമുക്കറിയാം 1,50,000 രൂപയാണ് എന്ത് ചെയ്യുക ഒരു വർഷം നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഈ 1,50,000 രൂപക്കകത്ത് നമുക്ക് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം? നമ്മൾ അക്കാഡമിക് അല്ലെങ്കിൽ കോളേജ് അഡ്മിഷൻ ഫീസിന് അല്ലെങ്കിൽ ട്യൂഷൻ ഫീസിന് വേണ്ടി ഉപയോഗിക്കാം. ഹോസ്റ്റൽ അല്ലെങ്കിൽ അക്കോമഡേഷൻ ചാർജിന് വേണ്ടി ഉപയോഗിക്കാം. ലാപ്ടോപ്പ് പോലെയുള്ള ഡിവൈസുകൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പം എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്കൊക്കെ വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസ്, ഐടി പോലെയുള്ള മേഖലയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ലാപ്ടോപ്പ് നിർബന്ധമായിട്ട് വേണ്ടി വരും. കോഡിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാപ്ടോപ്പ് പർച്ചേസിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബുക്ക്, പ്രൊജക്ട് മെറ്റീരിയൽ, സ്റ്റേഷനറി വാങ്ങാൻ ഉപയോഗിക്കാൻ പറ്റും. അതിന് പുറമെ എന്ത് ചെയ്യും? മെന്ററിങ് കിട്ടും, സ്കിൽ സെഷൻസ് കിട്ടും, കരിയർ ഡെവലപ്മെന്റ് കിട്ടും എന്നുള്ളതാണ്. ഇത് ആരാ തരിക? കൊടക് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനിയിലെ നല്ല സ്റ്റാഫുകളുണ്ട്. ഒരുപാട് കഴിവുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. അവരുടെ മെന്ററിങ് കിട്ടും. അവരിൽ നിന്ന് നമുക്ക് സ്കിൽ അക്വയർ ചെയ്യാൻ പറ്റും. അവരിൽ നിന്ന് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്കോളർഷിപ്പ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഏജൻസി കൊടക് എന്ന് പറയുന്ന ഏജൻസിന്റെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്കോളർഷിപ്പ് വഴി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത് എന്നുള്ളതാണ്. ഡോക്യുമെന്റ്സ് പരിശോധിക്കുന്ന സമയത്ത് ഒന്ന് പ്ലസ് ടുവിന് മാർക്ക് ഷീറ്റ് വേണം. കാരണം 75% മാർക്ക് പ്ലസ് ടുവിലുള്ള കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ തന്നെ വാർഷിക വരുമാനം തെളിയിക്കുന്ന രേഖ വേണം. 6,00,000 രൂപയിൽ താഴെയുള്ള വാർഷിക വരുമാനം തെളിയിക്കുന്ന രേഖ വേണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സീറ്റ് അലോക്കേഷൻ പ്രൂഫാണ്. നമ്മൾ ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിന് പ്രൂഫ്. ചിലപ്പോൾ അഡ്മിഷൻ കോളേജിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അലോട്ട്മെന്റ് പ്രൂഫ് ഉണ്ടാവും. അലോട്ട്മെന്റ് സ്ലിപ്പ് ഉണ്ടാവും. ആ അലോട്ട്മെന്റ് സ്ലിപ്പ് ഉപയോഗിച്ച് നമുക്ക് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോളേജിന്റെ ഫീസ് സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. നമ്മൾ ആധാർ കാർഡ് വേണം. ബാങ്കിന്റെ പാസ്ബുക്ക് വേണം. അതായത് ബാങ്കിന്റെ പാസ്ബുക്കിന്റെ കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. നീറ്റ്, ജെഇ പോലെയുള്ള എൻട്രൻസ് പരീക്ഷകൾ എഴുതിയിട്ടുണ്ടാവും. ആ നീറ്റ് പരീക്ഷയുടെ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിന്റെ സ്കോർ കാർഡ് നമ്മൾ കൊടുക്കണം. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിന് അപ്ലോഡ് ചെയ്യേണ്ടി വരിക. ഈ ഡോക്യുമെന്റ്സ് കൃത്യമായി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്. ഒന്ന് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. കൊടക് എന്ന് പറയുന്ന കമ്പനിയുടെ കൊടക് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോവാം. കൊടക് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ .org എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്താണ് നമുക്ക് നിലവിൽ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഉണ്ട്. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ എന്ത് ചെയ്യാൻ കഴിയും? അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റിനകത്തേക്ക് നമുക്ക് റീഡയറക്ട് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അവിടെ കയറിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളതാണ്. ഈ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു വെബ്സൈറ്റിനകത്ത് നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ എന്തുണ്ട്? കൃത്യമായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ആപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാണ്? ഡോക്യുമെന്റ്സ് ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? തുടങ്ങിയുള്ള കാര്യങ്ങൾ മുഴുവൻ എന്തുണ്ട്? ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കുറച്ച് അപേക്ഷിക്കുന്ന ആൾ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. രണ്ടാമത് രജിസ്ട്രേഷൻ നടത്തുക, ലോഗിൻ ചെയ്യുക, ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് മുഴുവൻ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം വെരിഫിക്കേഷൻ പ്രോസസ് ഉണ്ട്. വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്ത കുട്ടികൾക്ക് എന്ത് ചെയ്യും? സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഈ വെബ്സൈറ്റിനകത്ത് കയറി നമുക്ക് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് പരിശോധിക്കേണ്ട ഇമ്പോർട്ടൻസ് ഡേറ്റ്സുകളാണ്. എന്താണ് ഡേറ്റ്സ്? ആപ്ലിക്കേഷൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷന്റെ അവസാന തീയതി എന്ന് പറയുന്നത് 15/10 ഒക്ടോബർ മാസം 15 വരെ എന്തുണ്ട്? ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവസാന തീയതിയിലേക്ക് കാത്തു നിൽക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? നമുക്ക് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ പറ്റുന്ന സമയത്ത് നേരത്തെ അപേക്ഷിക്കുക. നേരത്തെ അപേക്ഷിക്കുന്നതിന് നേരത്തെ അപേക്ഷിക്കുന്ന ആളുകൾക്ക് പരിഗണന കിട്ടുന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഇതുപോലെയുള്ള സ്കോളർഷിപ്പ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം.